ലോകത്ത് ചില കെട്ടിടങ്ങൾക്ക് രണ്ട് ജീവിതങ്ങളുണ്ട്. ഒരു കാലത്ത് ഒരു നഗരത്തിന്റെ ഭാഗമായിരുന്ന ഇടങ്ങൾ പിന്നീട് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടു. അത് വല്ലാത്തൊരു കഥയാണ്. ആളുകൾ മറന്നു, പലരും പറഞ്ഞു ഇനി ഇത് പൊളിച്ചു കളയുന്നതാണ് നല്ലത്, ഇതുകൊണ്ട് എന്താവശ്യം. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം അതേ കെട്ടിടങ്ങൾ ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഇടങ്ങളായി മാറി. അത്തരത്തിലുള്ള കെട്ടിടങ്ങളെയാണ് ഫീനിക്സ് ബിൽഡിംഗ്സ് എന്ന് വിളിക്കുന്നത്. ലണ്ടനിലെ ബാങ്ക് സൈഡ് പവർ സ്റ്റേഷൻ. ഒരു കാലത്ത് ലണ്ടൻ നഗരത്തിന് വെളിച്ചം നൽകിയിരുന്ന ഈ പവർ സ്റ്റേഷൻ 1982 അടച്ചുപൂട്ടി. പിന്നീട് വർഷങ്ങളോളം നഗരത്തിന്റെ നടുവിൽ ഉപയോഗമില്ലാത്ത ഒരു പഴയ കെട്ടിടമായി അത് നിന്നു. പലരും ചോദിച്ചു, ഇത്രയും വലിയ പഴയ കെട്ടിടം ഇനി ഇവിടെ എന്തിനാ? പക്ഷേ എല്ലാവരും അവസാനം എന്ന് കരുതിയെടുത്ത് നിന്ന് ആ കെട്ടിടം വീണ്ടും ജനിച്ചു. സ്റ്റേറ്റ് മോഡേൺ ആയി. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആർട്ട് മ്യൂസിയംസിൽ ഒന്നാണത്. അതുപോലെ സിംഗപ്പൂരിലെ നാഷണൽ ഗാലറി സിംഗപ്പൂർ ഒരു കാലത്ത് ആ നഗരത്തിന്റെ ചരിത്രപ്രധാനമായ തീരുമാനങ്ങൾക്ക് സാക്ഷിയായിരുന്ന കെട്ടിടം. 1929 പണി കഴിപ്പിച്ച സിറ്റി ഹാളും 1939 തുറന്ന സുപ്രീം കോർട്ടും വർഷങ്ങളോളം സിംഗപ്പൂരിന്റെ ഭരണത്തിന്റെയും നീതിന്യായത്തിന്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ഇവ. പക്ഷേ കാലം മാറി. 2005 ആ പഴയ കെട്ടിടങ്ങളുടെ അധ്യായം അവസാനിച്ചു. പക്ഷേ ചരിത്രം അവിടെ തീർന്നില്ല. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം 2015 ആ പഴയ കെട്ടിടത്തിനുള്ളിൽ ഒരു പുതിയ ജീവൻ പിറന്നു. നാഷണൽ ഗാലറി സിംഗപ്പൂർ. ഇന്ന് അത് സിംഗപ്പൂരിന്റെ അഭിമാനമായ ലോകം സന്ദർശിക്കുന്ന ഒരു ആർട്ട് ഡെസ്റ്റിനേഷനാണ്. കാരണം ചിലയിടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അവ കാത്തിരിക്കുകയാണ് അവയുടെ അടുത്ത അധ്യായത്തിനായി. അങ്ങനെയുള്ള തിരിച്ചുവരവുകൾ ഒരിക്കലും തിരിച്ചുവരവുകളല്ല, അത് ചരിത്രമാണ്. അത്തരത്തിലൊരു കെട്ടിടം നമ്മുടെ കേരളത്തിൽ പെരിന്തൽമണ്ണയിലും ഉണ്ട്. നാട്ടുകാർ മാൻഡ്രേക്ക് ബിൽഡിംഗ് എന്ന് വിളിക്കുന്ന ഈ കെട്ടിടത്തിൽ മുൻപ് വന്ന 2 ബിസിനസ്സുകൾക്കും നിലനിൽപ്പുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ചരിത്രം കുറിക്കാനായി വെഡ്സ് ഇന്ത്യ വരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനായ വെഡ്സ് ഇന്ത്യയിൽ വിവാഹ പർച്ചേസുകൾക്ക് മാത്രമായി ഒരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി കളക്ഷൻസും അഫോർഡബിൾ ആയ റേറ്റും കാരണം ഫാമിലീസ്, ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും വെഡ്സ് ഇന്ത്യ തന്നെയാണ്. വെഡ്സ് ഇന്ത്യ, കേരളത്തിന്റെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണയിലും.